ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ടും അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു തലമുറ, മാതാപിതാക്കളുടെ തലമുറ ഇത്രയും അവന് വേണ്ടി നിലനിൽക്കുന്നതിന്റെ ഒരു ബെസ്റ്റ് സൈനാണ് ക്രൈസ്റ്റ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഇനീഷ്യേറ്റീവ്. സോ നോ വണ്ടർ ഓരോരുത്തരുടെ മക്കൾ ഇത്തരത്തിൽ ദൈവത്താൽ പ്രയോജനപ്പെടുന്നതിൽ സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആൻഡ് ഓൾ ഗ്ലോറി ആൻഡ് ഓണർ ടു ഗോഡ്. എല്ലാ പുകഴ്ചയും മാനവും അർപ്പിക്കുകയാണ്. ഇപ്രകാരം ഇങ്ങനെ നിങ്ങളുടെ ഒപ്പം ഒരു ദിവസമായിരിക്കാൻ ഈ ഒരു സാഹചര്യത്തിനായിട്ട് ഇന്ന് പ്രത്യേകിച്ച് ദൈവം ഏൽപ്പിച്ച ഒരു ആലോചന നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. അത് വേണ്ടുന്ന വണ്ണം ഒരു ഓരോ ഹൃദയത്തോടും ഇവിടെ ഇരിക്കുന്നവരോട് ഇടപെടുവാനും പരിശുദ്ധാത്മാവ് തന്നെ അത് മനസ്സിലാക്കി തരുവാനും അതിനനുസരിച്ച് വെറുതെ കേട്ടിട്ട് പോകാനല്ല, അത് നമ്മൾ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് ഇത് പേഴ്സണലി എന്നോട് ഈ ദിവസങ്ങളിൽ ഇടപെടുന്നത് ഞാൻ ഷെയർ ചെയ്യുവാണ്. എന്നോടും കൂടെ ഉള്ള അപ്പൊ അങ്ങനെ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ ശരീരമാകുന്നത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ആസ് പേരൻസ് ആ ഒരു കർത്താവിന്റെ ആ ഒരു ശരീരമാകുന്ന സഭയാകുന്ന മണവാട്ടിയായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കാലഘട്ടം ചെയ്തെടുക്കുവാൻ ഇടയാകേണ്ടതിനായിട്ട് ഈ ഒരു സെഷൻ അതിനുവേണ്ടി ഒരു ബൂസ്റ്റപ്പ് ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കിടക്കും. നല്ല തന്നെ നല്ല പിതാവെ, ഒരു സന്ധ്യക്കായി ഈ ഒരു സമയത്തിനായി ഞങ്ങള് സ്തുതിക്കുന്നപ്പ കഥാവെ പല രാജ്യങ്ങളിൽ നിന്ന് ഓരോരുത്തരെ പല ടൈം സോൺസിലായിരിക്കും, പല ഭാഷകളിലൊക്കെ ആയിരിക്കുന്നവരെ ദൈവമേ കർത്താവെ ഇവിടെ കൂട്ടിവരുത്തിയ കർത്താവെ അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നപ്പ ഇന്ന് കർത്താവെ ഇന്ന് അങ്ങയുടെ ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് ഉള്ളതിനെ നന്ദി പറയുന്നത്. ഇവിടെയൊക്കെ ആയിരിക്കുന്നവരാണെങ്കിൽ ഞങ്ങളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ ഒന്നിപ്പിക്കുന്നതിനായി ആ ഒരു സ്നേഹത്തിൽ ഞങ്ങളെ മറക്കുന്നതിനായി നന്ദി പറയുന്നു. അപ്പൊ ഇന്നിവിടെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് ഇടപെടണമേ. മാനുഷികമായിട്ടൊരു അറിവോ ഞാനോ അല്ലപ്പ, ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളോടും വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഞങ്ങളെ ഒരുക്കണേപ്പ. ഞങ്ങളെ എവിടെയെല്ലാം കർത്താവ് ഞങ്ങളെ നീ ഒരുക്കപ്പെടാനുണ്ടോ, എവിടെയെല്ലാം ഞങ്ങള് റെഡി ആവാനോ വേണ്ടി ഞങ്ങളെ ഒരുക്കത്തക്കോണം കാരണമാകണമേ. പൂർണ്ണമായിട്ട് സമർപ്പിച്ചിരുന്നു എല്ലാ മാനമോത്ത് അഭ്യസിക്കണം. നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഈ ഒരു സമയങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങളെ വളർത്തണം, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം പോകുന്ന ആ ഒരു രീതിയും അതിന്റെ പ്രവണതയും കാണുമ്പോൾ അമ്മമാരായിട്ടുള്ള നിങ്ങളുടെ ഹൃദയങ്ങൾ ഒരുപാട് ഭയത്തിലേക്കും അല്ലെങ്കിൽ എന്താകുമെന്നൊരു ആശങ്കയിലേക്കും അടുത്തൊരു തലമുറയെ ഞങ്ങൾ എങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ തലമുറയെ കാണുമ്പോൾ, കൊച്ചുമക്കളെ കാണുമ്പോൾ എന്താകും, അങ്ങനെ പല തരത്തിലുള്ള ഒരു ആശങ്കകൾ നമ്മുടെ മനസ്സിനെ നിറയ്ക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ കാലഗതികളുമാണ് ചുറ്റുവട്ടത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്നെ ഈ ദിവസങ്ങൾ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇസ്സാഖാറിന്റെ ഒരു ഭാഗത്ത് അവരെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന് ദിനവൃത്താന്തം 12:32 പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്സാഖാരിൽ ഇസ്രായേൽ ഇന്നത് ചെയ്യണമെന്ന് അറിയുവാൻ തക്ക കാലജ്ഞന്മാരായ തലവന്മാർ പേർ, അവരുടെ സഹോദരന്മാരൊക്കെയും അവരുടെ കൽപ്പനയ്ക്ക് വിധേയരായിരുന്നു. അപ്പൊ കാലത്തിനനുസരിച്ച് അതിനെ തിരിച്ചറിയാനും അതിന് തക്കവണ്ണം പ്രവർത്തിക്കുവാനും അറിയാവുന്ന ഒരു കൂട്ടം. ആ ഒരു കൂട്ടത്തെ പറ്റി അവർ ഇവിടെ പറയുന്നു. അവര് കൊടുക്കുന്ന കൽപ്പനയ്ക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് ഈ 1 ദിനവൃത്താന്തത്തിൽ നമ്മൾ ഈ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സ്പിരിച്വലി ഒന്ന് കാണുവാണെങ്കിൽ ശരിയാണ്, നമ്മൾ പല രീതികളിൽ നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പക്ഷെ സ്പിരിച്വലി നമ്മളൊന്ന് കാണുവാണെങ്കിൽ ഈ ദാനിയേലിന്റെ പ്രവചനത്തിനകത്ത് നെബൂഖദ്നേസർ രാജാവ് കണ്ട ഒരു സ്വപ്നത്തിന്റെ ആ ഒരു അവസാന ഭാഗവും ഇന്നത്തെ കാലഘട്ടവും ഭയങ്കരമായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയാം. പ്രത്യേകിച്ച് ദാനിയേൽ 2:42-43 പറയുന്ന ഒരു കാര്യമുണ്ട്. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യമോ എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ഇരുമ്പും കളിമണ്ണും കൂടെ ചേരുന്ന ഇടകലരുന്ന ഒരു ഭാഗം. അപ്പൊ ആ ഒരു
കാര്യത്തെ നമ്മളുടെ ഇന്നത്തെ ജനറേഷനുമായിട്ട് ഒന്ന് ചിന്തിച്ചാൽ ശരിക്കും അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ കലരുമെങ്കിൽ കലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുന്നില്ല. അപ്പം ബേസിക്കലി ഒരു മനുഷ്യ ബീജവുമായിട്ട് ഒരു കലർത്താൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ ഒരു ദൈവവചനത്തിലൂടെ നമ്മളോട് ഇടപെടുന്നത്. അതിപ്പം ഇന്നത്തെ ആ ഒരു ഈ ഒരു ലോകത്തിന്റെ അജണ്ടാസ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു ട്രാൻസ് ഹ്യൂമനിസത്തിലേക്ക് പോകണം. അതായത് മനുഷ്യന്റെ ആ ഒരു മനുഷ്യനും ഒരു റോബോട്ടിക് ഒരു തലത്തിൽ അല്ലെങ്കിൽ ഒരു AI ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു വലിയൊരു അതിപ്രസരിപ്പ് ഇന്നത്തെ കാലത്ത് വരുന്നു. ഇത് തമ്മിൽ കലർത്തുവാനുള്ള ഒരു വലിയ ശ്രമം ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വലിയൊരു അജണ്ടയാണ്. പ്രത്യേകിച്ച് 2030 2030 അജണ്ട എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ വളരെ പ്ലാൻഡ് ആയിട്ട് നമ്മളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ആസൂത്രണം ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മളെയും നമ്മൾ പോലും അറിയാതെ ഇതിന്റെ ഒരു ഒഴുക്കിൽ അകപ്പെടുത്തുന്ന രീതിയിൽ ഒരു തന്ത്രപൂർവ്വം ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരു സമയമാണ്. നമുക്കറിയാം ഇതിന്റെ പിന്നിലുള്ളവർ പറയുന്ന കാര്യങ്ങൾ തന്നെ ഒരു അടുത്ത ജനറേഷൻ വരുമ്പോൾ ആ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഈ മനുഷ്യനെ റോബോട്ട്സും കൊണ്ട് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും കൂടെ മേർജ് ചെയ്യത്തക്കോണമുള്ള ഒരു തലമാണ് അവർ പ്ലാൻ ചെയ്യുന്നതും അത്രയ്ക്കും ഒരു രീതിയിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നല്ല സ്പീഡിൽ ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമുക്കറിയാം ഈ നോഹയുടെ കാലത്ത് സംഭവിച്ചതും ഇതിന്റെ ഒരു പകർപ്പ് തന്നെയാണ്. നോഹയുടെ കാലത്തും നമുക്കറിയാം മനുഷ്യന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യന്റെ പുത്രന്മാരുമായിട്ട് ഒരു കലരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ആ സമയത്ത് കർത്താവ് അതിനെ ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും അവിടെ അത്രയ്ക്കും ആ ഒരു പാപത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ അത്രയ്ക്കും ആ ഒരു ലോകത്തിന്റെ അവസ്ഥ മോശമായപ്പോൾ കർത്താവിന് ഭൂമിയെ നശിപ്പിക്കാതെ കഴിയാതെ വണ്ണമുള്ള രീതിയിൽ സ്വർഗത്തോളം അല്ലെങ്കിൽ ആ ഒരു ആകാശത്തോളം പാപം ഉയർന്നു എന്നാണ്. അപ്പം അത്രയ്ക്കും ഉള്ള ഒരു സെയിം പാറ്റേൺ വീണ്ടും റിപ്പീറ്റഡ് ആകുന്ന അല്ലെങ്കിൽ അതേ രീതിയിൽ. പക്ഷെ അന്ന് മനുഷ്യനും ദൈവപുത്രന്മാരും ഇന്ന് ഈ ദൈവവചനം ദാനിയേലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേർക്കുന്നത് പോലെ ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിലൂടെ മനുഷ്യനെയും അല്ലെങ്കിൽ മനുഷ്യന്റെ ബീജത്തെയും മനുഷ്യന്മാരെയും ഇത്തരത്തിലുള്ള അഡ്വാൻസ്മെന്റിലൂടെ ഉള്ള ഒരു മാർജിങ്ങിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകും. അന്ന് ഒരു പെട്ടകം അല്ലെങ്കിൽ നോഹയുടെ കാലത്ത് ഒരു പെട്ടകത്തിൽ കടക്കുമ്പോൾ അതിൽ വിശ്വസിച്ച് പെട്ടകത്തിൽ കടന്നവർ രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് ഒരു പെട്ടകമല്ല. നമുക്കറിയാം കർത്താവിന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്ന തന്റെ മണവാട്ടിയെ ഈ ലോകത്തുനിന്ന് എടുക്കപ്പെടുന്ന സമയമാണ്. അപ്പം നമുക്ക് അത്രയ്ക്കും കർത്താവിന്റെ ആ ഒരു രഹസ്യവരവ് രണ്ടാമത്തെ തന്റെ മണവാട്ടിയെ ചേർക്കുവാനുള്ള വരവിന്റെ ആ ഒരു കാലം നമുക്ക് കറക്റ്റായിട്ട് എന്നുള്ളത് നമ്മൾ അറിയേണ്ട അല്ലെ ഒരു പിതാവിന് മാത്രം അറിയുന്ന ഒരു കാര്യം. പക്ഷെ ലക്ഷണങ്ങൾ കാണുന്നതിനനുസരിച്ച് നമ്മൾ ബുദ്ധിയോടെ നമ്മൾ അതിനുവേണ്ടി ആ ഒരു വെമ്പൽ കൊള്ളേണ്ടതും അതിനുവേണ്ടി നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടതും അതിനനുസരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ അറിയണം. ഇതൊന്നും അറിയാതെ വളരുന്ന ഒരു ജനറേഷനാണ് നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, നമ്മുടെ കൊച്ചുമക്കൾ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചോളം അവരുടെ ഒരു എക്കോസിസ്റ്റം തന്നെ അവർ ജനിച്ച് വീഴുന്നത് തന്നെ ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിന്റെ അകത്തോട്ടാണ്. അവരെ സംബന്ധിച്ചോളം ഇതൊരു നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതൊരു വളരെ അവരുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ കണ്ടുകൊണ്ട് വളരുന്നതും അത് അവരുടെ ഒരു വലിയൊരു ഭാഗമായി തീരുന്നവരുമാണ്. അവിടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ കണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിന് വേണ്ടി നമ്മളെ കണ്ടിരിക്കുന്ന ഒരു ദൗത്യം സഹോദരിമാരായിട്ടുള്ള മാതാപിതാക്കളായിട്ടുള്ള നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുങ്ങേണ്ടതിനൊപ്പം നമ്മൾ ഒരുങ്ങുക എന്നുള്ളത് മാത്രമല്ല അതിനൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ബുദ്ധിയോടെ അതിന് ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അവരെ ശ്രദ്ധാപൂർവം അതിന്റെ ഒരു വഞ്ചനയെ തിരിച്ചറിയാതെ ചിന്തയില്ലാത്തതുപോലെ വളർത്തുവാണെങ്കിൽ നമ്മൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആ ഗതികളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു ഫ്ലോയിൽ അവരകപ്പെട്ട് നമ്മുടെ മുമ്പിൽ
പലരും നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടുകൊണ്ടിരിക്കും. നമുക്കറിയാം ഇന്ന് കൗൺസിലിംഗ് ഫീൽഡിലായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ തകർച്ച കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാനത് അത് ഭയങ്കര എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുന്ന തകർച്ച ഒരു പക്ഷെ മറ്റ് ജാതികളിലുള്ളവരെക്കാളും മൂല്യച്യുതികൾ പോലും നമ്മുടെ ഇടയിലുള്ള കുഞ്ഞുങ്ങളിൽ അധികമാവുകയാണ്. ഇപ്പം നമുക്കറിയാം ഇപ്പൊ മതസ്ഥരായിട്ടുള്ളവർക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് തോന്നുന്നു അവർക്കൊരു വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിന് വേണ്ടി അവർ പിടിച്ചു നിൽക്കാൻ തോന്നുമ്പോൾ അതിനേക്കാളും അപ്പുറമായിട്ടൊരു ഡിഗ്രി കൂടുതൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഇന്ന് തകർത്ത് കളയാൻ നോക്കുന്ന ഒരു കാലഘട്ടമായി മാറുമ്പോൾ എവിടെയൊക്കെയോ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഇനിയും അധിക സമയമില്ലാത്ത ഈ ഒരു ടൈം, ഇനിയും നമുക്കറിയാം ഈ സമയത്തിന്റെ ഈ കുറവ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അധിക സമയം ഏത് നിമിഷം കർത്താവിന്റെ വരവ് സംഭവിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾക്ക് ഈ മത്തായിൽ പറഞ്ഞിരിക്കുന്ന ഒരു ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ചിലത് ചെയ്യേണ്ട സമയം കൂടെ ആയിരിക്കണം. ആ ഒരു പ്രവൃത്തി നമ്മളിൽ നിന്ന് ആരംഭിച്ചാലേ അതിനകത്ത് അത് കാണുവാനും അതിനെ അനുഭവിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുകയുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ. കാരണം നമ്മൾക്ക് ഒരു വലിയൊരു ഗ്ലോബൽ മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ സൺഡേ സ്കൂളോ അല്ലെങ്കിൽ ചർച്ച് നിന്ന് ലഭിക്കുന്ന ഒരു മണിക്കൂറിന്റെ ഒരു സൺഡേ സ്കൂളോ അല്ലെങ്കിൽ യൂത്ത് മീറ്റിങ്ങോ കൊണ്ട് മാത്രം നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അപ്പുറം നമ്മുടെ കൂടെ ആയിരിക്കുന്ന 24/7 നമ്മൾ ചെയ്യേണ്ട ചില ദൗത്യം, നമ്മളിൽ നിന്ന് അവർ അനുഭവിക്കേണ്ട ചില അനുഭവങ്ങളുണ്ട്, നമ്മളിൽ നിന്ന് അവർ കാണേണ്ട ചില വ്യക്തിപരമായിട്ടുള്ള ചില ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ആ ഒരു ചുരുക്കം നമുക്കുള്ള ആ സമയം കൊണ്ട് നമ്മൾ നേടുവാനും അവരുടെ മുമ്പിൽ മാതൃകയാക്കാനും നമ്മൾ വില കൊടുക്കേണ്ട ഒരു സമയമായിരിക്കും. വില കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് പിന്നീടാകാം, പിന്നീട് നമുക്ക് സമയമെടുത്ത് അത് ആലോചിച്ച് ചെയ്യാമെന്ന് പറയാൻ പോലും ഒരു സമയമെടുക്കാതെ ഒരു തിടുക്കത്തോടെ അതിനുവേണ്ടി ബന്ധപ്പെട്ട് കർത്താവിന്റെ വരവിന്റെ ആ ഒരു സമയമാകുമ്പോൾ ഒരു ബന്ധപ്പാട് നമുക്ക് ഉണ്ടാവാൻ ഉള്ള ഒരു കാലഘട്ടമായിരിക്കും. നമുക്കറിയാം മത്തായില് ഇതിന് വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 10 കന്യകമാരുടെ കാര്യം. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വേണ്ടി വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ഇപ്പം അവിടെ ആകെപ്പാടെ ഉള്ള വ്യത്യാസം വന്നത് നമുക്കറിയാം. 5 പേര് ബുദ്ധിയുള്ളവരായിട്ട് ഈ വിളക്കിന്റെ കൂടെ എണ്ണയും കരുതി അവരുടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. മറ്റേ 5 പേര് എണ്ണ കരുതില്ല, അവർക്ക് വിളക്കുണ്ടായിരുന്നു. തൽക്കാലമായിട്ട് അവർക്ക് ഒന്ന് കത്തി നിൽക്കാനുള്ള ഒരു വിളക്കുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പറ്റിയ അബദ്ധം എക്സ്ട്രാ ഓയിൽ അവര് കരുതിയിരുന്നു. അപ്പം ഈ കന്യകമാരെല്ലാവരും ഒരേപോലെ ഉറങ്ങി എന്നാണുള്ളത്. ഒരേപോലെ ഉറങ്ങി അവര് അർദ്ധരാത്രിയിൽ എന്റെ സൗണ്ട് ക്ലിയർ ആണോ? ശബ്ദം കേൾക്കാവോ? കൂട്ടണം. ഞാൻ വേറൊരു ഡിവൈസ് ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ ക്ലിയർ ആണോ? ബെറ്റർ ആണോ? അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്കറിയാം ആ പറ്റിയ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവര് എണ്ണ കരുതിയില്ലെന്നുള്ള ഒരു മേജർ ഡിഫറൻസ് ആണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പം നമുക്കറിയാം ഇവിടെ ഇവർ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മയക്കം പിടിച്ചു എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ആ സമയത്ത് അവിടെ ആ കന്യകമാരെല്ലാം എഴുന്നേറ്റ് വിളക്ക് തെളിയിക്കാൻ നോക്കുമ്പോൾ ബുദ്ധി ഉള്ളവരോട് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോവുകയാണ്,
അതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിലെ കുറേത് ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരായ്ക വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളി എന്ന് പറഞ്ഞു പോകുന്നു. അവർ മടങ്ങി വരുമ്പത്തേന് മണവാളൻ വന്നു. ഒരുങ്ങിയിരിക്കുന്നവര് മണവാളന്റെ കൂടെ പോകുന്നു. പക്ഷേ മറ്റവര് വന്ന് ശരിക്കും ഒരു റിക്വസ്റ്റ് ചെയ്യുന്നു, അല്ല കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ എന്ന് പറയുന്ന സമയത്ത് അവിടെ പറയുന്ന ഒരു ടേം ആണ് എന്നെ വളരെയധികം ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിക്കുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുവാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നു, നിങ്ങളെ അറിയുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. സോ ആ ഒരു അറിയുന്നില്ല എന്നുള്ള ഒരു ഫാക്ടറിൽ നിന്നാണ് ആ ഒരു വാതിൽ അടയ്ക്കപ്പെടുന്നത്. അപ്പൊ നമ്മള് വളരെയധികം ചിന്തിക്കുമ്പോഴത്തേത് ഈ ഒരു എണ്ണയും ആ ഒരു അറിവും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉള്ളതുപോലെ ഈ ഒരു പേഴ്സണലി ആ 5 ബുദ്ധിയുള്ള കന്യകമാര് ആ എണ്ണ കരുതുന്ന സമയം അല്ലെങ്കിൽ എണ്ണ അവർ ശേഖരിക്കുന്ന സമയത്ത് ഉളവാകുന്നത് കർത്താവിനെ അവർക്ക് അറിയാൻ കഴിയുന്ന, കർത്താവ് അവരെ അറിയുന്ന ഒരു പ്രത്യേകമായ ഒരു കാര്യം. ഇതാണ് ബേസിക്കലി ഈ എണ്ണ കരുതാത്തപ്പം മറ്റേ ആ ബുദ്ധി ഇല്ലാഞ്ഞ 5 പേർക്ക് നഷ്ടമായി പോയത്. അപ്പൊ നമ്മള് ചിന്തിക്കേണ്ട ഒരു വലിയൊരു കാര്യം, ഈ ഒരു ഫാക്ടറിൽ നമ്മൾ എന്തുമാത്രം ഒരുങ്ങിയിട്ടുണ്ട്. കർത്താവിനെ നമ്മൾ അറിയേണ്ടതുപോലെ അറിയുവാൻ നമ്മൾ വില കൊടുത്ത് നമ്മളുടെ സമയത്തെ നമ്മളുടേതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള എഫേർട്ടും ആ ഒരു വില കൊടുത്തുള്ള ഒരു അനുഭവം ഈ സമയം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രഷ്യസ് ടൈമിൽ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ടത് ഇനി അധിക സമയമില്ലെന്ന് പറയുമ്പോൾ തന്നെ ഒരു വാക്യം നമുക്കറിയാം, കർത്താവിനെ കണ്ടെത്താവുന്ന കാലത്ത് അന്വേഷിക്കുന്ന കണ്ടെത്തുമെന്ന് പറയുന്നത്. നമുക്കൊരു ഒരു 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 പീരീഡ് തന്നേക്കുവാണ് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാനും ആ അറിവിൽ നിന്നുള്ള ആ ഒരു 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 ഓയിൽ കളക്ട് ചെയ്യാൻ വേണ്ടി. ഈ ഒരു എക്സ്ട്രാ ഓയിലാണ് ശരിക്കും നമ്മുടെ അർദ്ധരാത്രിയുടെ സമയങ്ങളിൽ നമ്മളെ നിലനിർത്തുന്നത്. അപ്പൊ നമുക്കറിയാം അത് ആ ഒരു എക്സ്ട്രാ ഓയിൽ എന്ന് പറയുന്നത്, ആ ഒരു എണ്ണ എന്ന് പറയുന്നത് നമുക്ക് ബോറോ ചെയ്യാനോ ഷെയർ ചെയ്യാനോ അതൊരു വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നീ വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങിച്ചെന്ന് പറഞ്ഞാലും അത് കർത്താവിന്റെ മുമ്പിൽ ഒരു വിലയില്ലാത്തതാണ്. അത് കർത്താവിനെ വ്യക്തിപരമായിട്ട് അറിയുന്നതിന് ഒരു രീതിയിലും പ്രസക്തി കൊണ്ടിരുന്നില്ല. കാര്യം നമുക്ക് തിരിച്ചറിയാം, നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു രീതി അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ കർത്താവിനെ പറ്റി അറിയാനോ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ കേൾക്കാനോ ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. മറ്റുള്ളവർ ആ ഒരു പ്രാപിച്ച കാര്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനും അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഈ ഒരു യൂട്യൂബിന്റെ ഒക്കെ ഒരു മേഖലയിലുള്ളപ്പോൾ നമുക്ക് ഒരുപാട് സർമൻസും ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒക്കെ അടുത്ത് നമ്മൾ വ്യക്തിപരമായിട്ട് കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതിന്റെ ഒരു അംശം പോലും എത്തുന്നില്ല. ഈ ഒരു വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു പ്രത്യേകതരമായിട്ടുള്ള ആ ഒരു അനോയിന്റ്മെന്റ്, ആ ഒരു കർത്താവിനെ നേടുന്ന ഒരു അവസ്ഥ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ മണവാട്ടിയായിട്ടുള്ള കർത്താവിന്റെ സഭയാകുന്ന നമ്മളെന്ന് ഓരോരുത്തരിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുകയാണ്. കാര്യം നമുക്കറിയാം ഈ സങ്കീർത്തനങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ തന്റെ ആടുകളെ ആ ഒരു ഇടയൻ ചെയ്യുന്നത് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഈ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഈ എണ്ണ ഒഴുകുമ്പോൾ ഒരു പ്രത്യേക ഒരു 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 പ്രൊട്ടക്ഷൻ ആണ് ആ ഒരു എണ്ണയും കൊണ്ട് കിട്ടുന്നത്. അത് മാത്രമല്ല ഒരു സ്മെല്ലുണ്ട്, ഒരു പ്രത്യേക ഒരു ഓർഡർ ഉണ്ട്, ഒരു അരോമയുണ്ട് ആ ആടുകളിൽ നിന്ന് പുറപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ആടുകൾക്ക് തന്റെ ആ ഒരു ഇടയന്റെ ശബ്ദം അറിയാം. അപ്പം ആ ആടുകൾക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക അനോയിന്റ്മെന്റ് ആണ് ഈ ഒരു എണ്ണ എന്നത്. ഈ എണ്ണ ഉള്ള ആടുകൾക്ക് ഒരു സെപ്പറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ തന്റെ ആടുകൾ ആയിട്ട് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു പ്രത്യേകതരമായിട്ടുള്ള ആരും പറയാതെ തന്നെ അവരിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അരോമ, അതുപോലെ തന്നെ കാര്യങ്ങൾ ഉള്ള ഒരു നമുക്കറിയാം ഒരു പ്രത്യേക ഷൈനിങ് ആണ് ആ ഓയിൽ കൊണ്ടുവരുന്നത്. നമുക്ക് വേണ്ടി കാര്യങ്ങളെ എളുപ്പമാക്കുന്ന
ഒരു പ്രത്യേക ഒരു 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 ദൈവത്തിന്റെ പ്രസൻസിന്റെ ഒരു അനോയിൻമെന്റിന്റെ ഒരു പ്രത്യേക ഒരു തലമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാപിച്ചെടുക്കേണ്ടത്. കാരണം ഈ ഒരു പേഴ്സണൽ അനോയിൻമെന്റ് ആണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏതൊരു കാര്യങ്ങളിലും നമ്മളെ പിടിച്ചു നിർത്തുന്നതും നമ്മളുടെ കാര്യങ്ങൾ ചെയ്തു തരുന്നതും. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളായിക്കോട്ടെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന, നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ആയിക്കോട്ടെ, വെറും ഒരു ഉപദേശം കൊണ്ടോ ഈവൻ ഒരു കൗൺസിലിംഗ് കൊണ്ടോ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആകുമെന്നോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നോർമൽ ആയിട്ട് ഒരു ടോക്ക് കൊണ്ടോ ഉപദേശത്തിന്റെ ലെവലിലോ നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു ഇല്ലെന്ന് പോലും നമുക്കറിയാം. നമ്മുടെ ഉപദേശമേ അവർ വെറുക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ശരിക്കും അവരായിരിക്കുന്ന പല ചെയിൻസിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നതും അവരെ അകപ്പെടുത്തിയിരിക്കുന്ന പല നുഖങ്ങളും തകരുന്നത് ഈ ഒരു അഭിഷേകത്തിന്റെ മുമ്പിലാണ്, ഈ ഒരു അനോയിന്റ്മെന്റിന്റെ മുമ്പിലാണ്. അപ്പൊ നമുക്ക് ഈ ദിവസങ്ങളിൽ ശരിക്കും നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പേഴ്സണലി നമുക്ക് ഉണ്ടാകേണ്ട ഒരു റിസർവോയർ ആണ് നമുക്ക് എന്തുമാത്രം വ്യക്തിപരമായിട്ട് ഈ കർത്താവുമായിട്ടുള്ള ഒരു അഭേദ്യമായിട്ടുള്ള ഈ ബന്ധത്തിൽ നിന്നുണ്ടാവുന്ന ഈ പരിജ്ഞാനത്തിൽ നിന്ന് ഉളവാകുന്ന ആ ഒരു വഴി. നമുക്കറിയാം അത് നമ്മൾക്ക് പ്രാപിക്കാൻ പ്രാപ്തിയുള്ളവരാകുന്നത്, അത് നമ്മളിലേക്ക് പകരപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവിൻ്റെമായിട്ടുള്ള ആ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ മീറ്റ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെ നമ്മളെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത് ക്രിസ്തുവിലേക്കാണ്. ആ ക്രിസ്തുവിനെ നമ്മളിലേക്ക് ഓരോ നിമിഷവും ആക്കി തരുവാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് ഒരു പ്രത്യേക ഷൈനിങ് എന്ന് പറയുന്നത് പോലെ ഈ ഒരു ഓയിൽ നമ്മളിലാകുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പിന്നെ കാണുന്നത് നമ്മളെയല്ല, ഈ ഒരു ക്രിസ്തുവിന്റെ ആ ഒരു പരിമള, ആ ഒരു തൈലത്തിന്റെ മണവും ആ ഒരു ഷൈനിങ്ങും കാണാൻ തുടങ്ങുമ്പോൾ ക്രിസ്തുവിനെ അവർക്ക് നമ്മളിൽ നിന്ന് കാണുവാനും ക്രിസ്തുവിനെ അവർക്ക് നമ്മളിൽ നിന്ന് അനുഭവിക്കുവാനും കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിലും നടക്കേണ്ടതായിട്ടുള്ള രൂപാന്തരം നമ്മൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളിലേക്ക് വ്യാപരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്താൽ മാത്രം ചെയ്യപ്പെടുന്ന ആ ഒരു പ്രത്യേകരമായിട്ടുള്ള ദൈവത്തിന്റെ ശുശ്രൂഷ നമ്മുടെ ഭവനങ്ങളിൽ പോലും നടത്തപ്പെടുവാൻ ദൈവം ഇടയാക്കാം. ഇത്തരത്തിൽ ഉള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തി, പ്രത്യേകിച്ച് ആ ഒരു എക്സ്ട്രാ ഓയിൽ കളക്ട് ചെയ്യാനുള്ള ഒരു മനസ്സും ഒരു താല്പര്യവും ഒരു എഫേർട്ടും നമ്മളിൽ നിന്നുണ്ടാവാൻ എന്തുമാത്രം നമ്മൾ വില കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കർത്താവേ, ഞാൻ ശരിക്കും വേർപെട്ടിരുന്ന് അതോ ഞാൻ പലതിനാലും ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്? കാരണം ഇങ്ങനെ നമ്മൾ ഒരു വേർപാടോടെ അല്ലെങ്കിൽ വേർപെട്ട് കർത്താവിന് വേണ്ടി ഇരുന്ന് നമ്മൾ ആ പ്രാർത്ഥനകത്ത് ഓർക്കുന്ന ഒരു വലിയൊരു ദൗത്യം, വലിയൊരു സഭയെ കൊണ്ട് ദൈവത്തെ ഇന്നത്തെ കാലത്ത് ചെയ്തെടുക്കാനുള്ള വലിയൊരു ടാസ്ക് ഉണ്ട്. ഈ ടാസ്ക് നന്നായിട്ട് അറിയാവുന്ന നമ്മളുടെ എനിമി എന്ന് പറയുന്നത്, ഒരു പിശാചിന്റെ സൈന്യം ഏറ്റവും കൂടുതൽ ഇന്ന് യൂസ് ചെയ്യുന്ന തന്ത്രം എന്ന് പറയുന്നത് സൈക്കോളജിക്കലായിട്ടുള്ള ഡിസ്ട്രാക്ഷനാണ്. ഇതിനകത്താണ് നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും ഏറ്റവും കൂടുതൽ അകപ്പെട്ടിരിക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ഈ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ബുദ്ധിയോടെ, ചിന്തയോടെ മനസ്സിലാക്കി അതിനെതിരെ ആ ഒരു ഒഴുക്കിൽ പെടാതെ വണ്ണം സൂക്ഷിക്കേണ്ട ഒരു വലിയൊരു ഒരു 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 ബുദ്ധിയോടുള്ള ഒരു ആക്ഷൻ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ അറിയേണ്ടത് ഒരു മിലിറ്ററി ടേം തന്നെയാണ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. കാര്യം നമ്മളായിരിക്കുന്നത് ഒരു യുദ്ധത്തിലാണെന്നുള്ളൊരു തിരിച്ചറിവ്. കാര്യം നമുക്കറിയാം തിമത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കണം. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയാൽ കിരീടം പ്രാപിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഒരു പടയിലാണ്, ഒരു പട ചേർത്തതിനെ പ്രസാദിപ്പിക്കേണ്ടതിന് ഒരു വലിയൊരു വാർഫെയറിലാണ്. കർത്താവിന്റെ ആ ഒരു ദൗത്യം ചെയ്തെടുക്കാൻ വേണ്ടി കണ്ടിരിക്കുന്ന ഒരു വലിയൊരു സോൾജിയേഴ്സിന്റെ ട്രൂപ്പാണ് സഭ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ സോൾജിയേഴ്സിന്റെ ദൗത്യമാണ് ജീവന കാര്യങ്ങളിൽ ഇടപെടാതെ ഫോക്കസ്ഡ് ആയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക എന്നുള്ളത്. കാര്യം ഡിസ്ട്രാക്റ്റഡ് ആയാൽ നമ്മൾ ചെയ്യേണ്ടിയ കാര്യങ്ങൾ ചെയ്യേണ്ട പോലെ ചെയ്യാതിരിക്കത്തക്കോണം ആവുക. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതാക്കത്തക്കോണം ഒരു വലിയൊരു തന്ത്രം ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് എസ്പെഷ്യലി നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടാണ്. ഒന്ന് ചിന്തിച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു കേസ് സ്റ്റഡി പോലെ വന്ന
കാര്യം ഒരു ഒരു ആന്റി അല്ലെങ്കിൽ 75 വയസ്സുള്ള ഒരു വ്യക്തി തന്റെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്ത് വന്നപ്പോൾ അതിന്റെ കാരണം ഫോൺ അഡിക്ഷനാണ്. അപ്പം നമുക്കറിയാം ഒരു ചെറിയ കുഞ്ഞു മുതൽ ഇന്ന് ഏത് പ്രായമുള്ള ആൾക്കാരെ വരെ ഇന്ന് ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന നമ്പർ 1 റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ ചെറിയൊരു സാധനം. ഇത് തന്നെ നമ്മളെ ഏറ്റവും അധികം എങ്ങനെ നമ്മുടെ സമയത്തെയും നമ്മുടെ ശ്രദ്ധയും ആകർഷിച്ച് അവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ആ ഡിവൈസിൽ എത്ര സമയം ഇരുത്താമോ അതിനനുസരിച്ച് നമ്മുടെ സൈക്കോളജി, ഒരു ഹ്യൂമൻ സൈക്കോളജിയുടെ മാക്സിമം ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു കുഞ്ഞു കുട്ടി മുതൽ ഇപ്പൊ ഈ പറയുന്ന 75 വയസ്സുള്ള അമ്മച്ചിയുടെ കാര്യം വരെ ഇപ്പോൾ അത്തരത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു അമ്മച്ചിക്ക് പോലും അതിനകത്തുനിന്ന് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തേക്കണം. അപ്പം ആ ഒരു 75 വയസ്സിൽ പ്രായമായുള്ള ഒരു അമ്മച്ചിക്ക് കാണിക്കുന്ന ഒരു മെന്റൽ സ്റ്റേറ്റിന്റെ റീസൺ ഈ അമ്മച്ചി ഇപ്പൊ ഇതിനകത്തൊന്ന് പറയുന്നതേ കേൾക്കത്തുള്ളൂ. അപ്പം ഭക്ഷണം കഴിക്കത്തില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ പുള്ളിക്കാരുടെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്ന രീതിയിലാവുമ്പോൾ നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കുറ്റം പറയായിരിക്കും, അല്ലെങ്കിൽ അവരതിനകത്ത് ആകപ്പെടും. പക്ഷെ എല്ലാ ജനറേഷനും ഒരേപോലെ ഇത് അതിനേക്കാളും നമ്മൾ അറിയേണ്ടത് നമ്മളെ ഡിസ്ട്രാക്റ്റീവ് ആണ്. ആ നമ്മളുടെ പല വോയിസസും കൊണ്ട് നമ്മളെ നിറയ്ക്കത്തക്കോണം, നമ്മളുടെ ഇമോഷൻസിനെ ബാധിക്കത്തക്കോണം, നമ്മളെ ഈവൻ ഭയത്താൽ നിറയ്ക്കത്തക്കോണം, ഈ ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കാനും ഇതെല്ലാം കഴിയുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവം എന്ന അറിവിൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റിൽനെസ് നമ്മളെ കൊണ്ട് പോസിബിൾ ആണ്. നമുക്ക് ദൈവത്തെ അറിയുവാൻ ഏറ്റവും വലിയൊരു ഫാക്ടർ, ഒരു പ്രീ റിക്വസ്റ്റിക് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിൽ ആവാനുള്ള കഴിവാണ്. അൺഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഒരു കുറച്ച് സമയം നമുക്കൊന്ന് ഇരിക്കാനുള്ള കഴിവാണ് നമുക്ക് ബേസിക്കലി കർത്താവിൽ നിന്ന് കേൾക്കാൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥ നമുക്കില്ലെങ്കിൽ നമുക്ക് ആ അപ്പന്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. ഈ അപ്പന്റെ ശബ്ദം, ആ ഒരു നമുക്കറിയാം, ഒരു സോൾജർ മൂവ് ചെയ്യേണ്ടത് കമാൻഡ് അനുസരിച്ചാണ്. ഇത് ഉളവാകുന്നില്ലെങ്കിൽ ആ യുദ്ധം ജയിക്കത്തില്ല. ഇനി എന്നാ വലിയ യുദ്ധം ചെയ്തെന്ന് പറഞ്ഞാലും ഈ കമാൻഡറിന്റെ ഈ ഒരു കമാൻഡ് കേൾക്കാതാണ് നമ്മൾ ആ ഒരു ഡിസ്കണക്ഷൻ സംഭവിച്ച ആ യുദ്ധം തോറ്റിരിക്കും. ഇതേപോലത്തെ ഒരു രീതിയിലാണ് എത്ര വലിയ മല്ല് കിട്ടിയാലും നമുക്ക് ഈ വോയിസ് കേൾക്കത്തക്കോണം നമ്മൾ അവൈലബിൾ അല്ല എന്ന് മാത്രമല്ല, നമ്മളുടെ മൈൻഡിലുള്ള കഴിവേ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. സോ നമ്മളെ എങ്ങനെ ഇതിനകത്ത് ഹുക്ക് ചെയ്യത്തക്കവണ്ണം ഈ കാര്യങ്ങൾ അവർ ഭയങ്കര വിദഗ്ധമായിട്ട് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈവൻ ഹിപ്നോട്ടിസ്റ്റ് ആയിട്ടുള്ളവരെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഉള്ളവർ ഹയർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കാര്യം എത്രയേ മണിക്കൂറുകൾ നമ്മളെ അതിനകത്ത് ഇരുത്താവോ അങ്ങനെ ഇരുത്തത്തക്കോണമുള്ള രീതിയിൽ കാര്യങ്ങൾ അവര് സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യാണ്. കാര്യം അവർക്കറിയാം ഇതൊരു വാർഫെയർ ആണ്. അവരത് ആ ഒരു വാർഫെയറിന്റെ രീതിയിൽ കാര്യങ്ങൾ സ്ട്രാറ്റജിക്കലി പ്ലാൻ ചെയ്ത് നമ്മളെ അതിനകത്ത് ഇരുത്താനുള്ള സകലവിധ കാര്യങ്ങളും അവര് ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കർത്താവിന്റെ ടീമായിട്ടുള്ള നമ്മൾ, കർത്താവ് ഒരു 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 റെമനന്റിനെ, ഒരു ശേഷിപ്പിനെ അതിന് ഭയങ്കരമായിട്ട് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനകത്ത് നമ്മളുണ്ട്. അതിനകത്ത് ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ബുദ്ധിയുള്ളവരിനകത്ത് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പേഴ്സണലി ചോദിക്കേണ്ടതും ആൻസർ ചെയ്യേണ്ടതും. ഇല്ല എങ്കിൽ അതിനുവേണ്ടി നമ്മൾ എവിടൊക്കെ കറക്റ്റ് ചെയ്യണോ അത് കറക്റ്റ് ചെയ്ത് അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്സ് എടുത്ത് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു 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 കറക്ഷൻ നടത്തണം. എവിടെയെല്ലാം നമ്മളിൽ നിന്ന് മാറേണ്ടത് അത്തരത്തിൽ ഒരു ഒരു മൂവ്മെന്റ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കാം. നമ്മളത് ചിന്തിക്കുക, ഈ ഒരു യാതൊരു പടയാളികളും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു പറയുമ്പോൾ ഇത് ഒരു ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ ആൻഡ് അല്ലെങ്കിൽ ഒരു സാമാന്യ കാര്യവും ശ്രേഷ്ഠ കാര്യവും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനാണ്. അല്ലാതെ ഒരു തെറ്റ് ശരി എന്നുള്ള ഒരു ബേസിക് ഗുഡ് ഓർ ബാഡ് എന്നുള്ളതിന്റെ ഒരു ഡിസ്റ്റിങ്ഷൻ അല്ല അവിടെ. പകരം സാമാന്യമായതും ശ്രേഷ്ഠമായതും തമ്മിലുള്ള ഒരു ഒരു ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് അറിയുക, ഈ ശ്രേഷ്ഠമായത് തെരഞ്ഞെടുക്കുവാനാണ് ഇന്ന് നമ്മളെ കൊണ്ട് കഴിയാതായി പോകുന്നത്. ശ്രേഷ്ഠമായതെന്ന് പറയുമ്പോൾ
കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു എക്സ്ട്രാ ഓയിൽ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ആ ഒരു സ്റ്റെപ്സിന് വേണ്ടി നമ്മുടെ മൈൻഡ് പൊല്യൂട്ടഡ് ആവാതെ നോക്കുക. അത്തരത്തിൽ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ സംതിങ് ഒരു കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ചെയ്യുന്നതിനകത്തുനിന്ന് ഒരു സെപ്പറേഷൻ ആണ് ഇന്ന് നമ്മളെ വിളിക്കുന്നത്. അപ്പൊ അത് ഒരു ബേസിക്കലി നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അത് വലിയ തെറ്റാണോ അല്ലെങ്കിൽ ഇതിനെന്താ കുഴപ്പമെന്ന് നമുക്ക് തോന്നുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും. പക്ഷേ ആ മണവാളൻ വിളിക്കുന്ന ഒരു വിളി, ആ ഒരു കഥ അന്ന് ആ ഒരു ഗെത്സമനെ തോട്ടത്തിൽ പറയുന്നത് പോലെ ഒരു മണിക്കൂർ കൂടെ, അല്ലെങ്കിൽ ആ ഫ്യൂ മോർ മിനിറ്റ്സ്, അല്ലെങ്കിൽ ആ നമ്മുടെ രാത്രി യാമങ്ങളിൽ കർത്താവ് നമ്മളെ വിളിക്കുന്ന ആ ഒരു സമയങ്ങൾ, ആ കർത്താവിന്റെ ഒപ്പം ഇരിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവുന്ന ആ ഒരു വിളിക്കനുസരിച്ച് നമ്മൾ ശരിക്കും സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ? ആ ഒരു വിളിയോട് സെൻസിറ്റീവ് ആകത്തക്കോണം നമ്മുടെ മൈൻഡ് ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക ഫസ്റ്റ്ലി. ശരിക്കും അതോ നമ്മൾ ശരിക്കും ഇതിനോടെല്ലാം നമ്മൾ മരിച്ചോ, അല്ലെങ്കിൽ ഒരു നിർജീവമായി പോയോ? കാര്യം നോഹയുടെ കാലത്ത് പോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് സംഭവിക്കുന്നത് പറയുമ്പോൾ അവിടെ വലിയൊരു വാർണിംഗ് നടക്കുവാണ്. ഇപ്പം മഴ വരാൻ പോവാണ്, നശിക്കാൻ പോവാണ്. ശരിക്കും വലിയൊരു വാർണിംഗ് നടക്കുക. എന്നാൽ ഒരു സൈഡില് അവർ പറയുന്നത് അവര് തിന്നും കുടിച്ചും കല്യാണത്തിന് കൊടുത്തും വിവാഹത്തിന് കൊടുത്തും പോകുന്നു, നോർമലായിട്ട് അവരുടെ ലൈഫ് മുമ്പോട്ട് പോകണം. അതായത് ഈ വാർണിങ്ങിനോട് പ്രതികരിക്കാൻ കഴിയുന്നില്ല, ഈ വാർണിങ്ങിനെ ഏറ്റെടുക്കാനോ അതിനോട് പ്രതികരിക്കാൻ കഴിയാതെ ഒരു കോൾഡായി പോകുന്ന അവസ്ഥ. ഇനി ലോത്തിന്റെ കാലഘട്ടം എന്നും പറയുന്ന ഒരു അവസ്ഥ നമുക്കറിയാം. അവിടെ ഒരു ടേം മിസ്സിംഗ് ആണ്. വിവാഹത്തിന് കൊടുത്തും പോരുന്നില്ല. ആ ഒരു വിവാഹം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ മിസ്സിംഗ് ആണ്. ഇന്നത്തെ കാലഘട്ടം ലോകത്തിന്റെ കാലഘട്ടത്തോട് ഭയങ്കര സാദൃശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് വിവാഹം വേണ്ട എന്ന് പറയുന്നവരാണ് കൂടുതലും. അതിനോടൊപ്പം വിവാഹം കഴിക്കാൻ എലിജിബിൾ അല്ലാതാവുന്നവർ കൂടുവാണ്. കാര്യം അതിനു മുമ്പ് തന്നെ അവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ അവരുടെ കാര്യങ്ങൾ, അത്രയ്ക്കും ലോകം അവരെ തകർക്കത്തക്കോണം അവരുടെ ജീവിതത്തെ തകർക്കുന്ന രീതികൾ കാണുവാണ്. അപ്പം ഇത് നമുക്കറിയാം, ഈ കാലഘട്ടത്തെ നമ്മൾ സെൻസ് ചെയ്താൽ ദൈവിക കാര്യങ്ങളോട് പ്രതികരിക്കാൻ പറ്റാത്ത പോലെ നമ്മുടെ മൈൻഡിനെ ആക്കുക. അവിടെ കർത്താവ് ഒരു ദൈവവചനത്തിൽ പറയുന്ന കർത്താവ് അങ്ങയോട് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം എനിക്ക് തരണേ. അങ്ങയോട് പ്രതികരിക്കാനും അതിനനുസരിച്ച് മൂവ് ചെയ്യാൻ, അതിനോട് സെൻസിറ്റീവ് ആയിരിക്കാനുള്ള ആ കർത്താവിന്റെ വോയിസിനെ സെൻസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, നമ്മളുടെ ഒരു അമ്മയോ പിതാവോ എത്ര ക്രൗഡിൽ നിന്ന് നമ്മളെ വിളിച്ചാലും നമുക്കറിയാം ഇത് എന്റെ അപ്പന്റെ വോയിസ് ആണ്, ഇതിലെ അമ്മയുടെ വോയിസ് ആണ്. എന്തുകൊണ്ടാണ് നമുക്കറിയാവുന്നത്? നമ്മളുടെ ആ ഒരു പരിചയം കൊണ്ട്, ആ ഒരു ഫെമിലിയാരിറ്റി കൊണ്ട് നമുക്കറിയാവുന്നത് ഇത് എന്റെ അമ്മയുടെ വോയിസ് ആണ്. ഈ ഒരു ഫെമിലിയാരിറ്റിയാണ് ശരിക്കും ഈ എല്ലാ നോയ്സിന്റെ ഇടയ്ക്കും നമുക്ക് ഈ ഒരു ജെന്റിൽ വോയിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്ക് സെൻസ് ചെയ്യണമെങ്കിൽ നമ്മുടെ രഹസ്യത്തിൽ, നമ്മുടെ രഹസ്യ അറയിൽ നമ്മൾ ഈ വോയിസ് കേട്ടുള്ള ഫെമിലിയാരിറ്റി ഉണ്ടാവും. ഈ ഫെമിലിയാരിറ്റി ഇല്ലെങ്കിൽ എത്ര ഉച്ചത്തിലുള്ള വാണിംഗ് ആണെങ്കിലും നമുക്കത് കേൾക്കാം, നമ്മളത് അറിയത്ത് പോലുമില്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ വരവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എടുക്കപ്പെടണമെങ്കിൽ ആ വോയിസ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു കൈവിടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ. ആ കാര്യം ഈ പേഴ്സണൽ സ്പേസസിൽ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മൾ ഈ വോയിസിനോട് ഫെമിലിയാരിറ്റി ഉണ്ടാക്കുന്നുണ്ടോ? ഈ വോയിസുമായിട്ട് നമ്മൾ ഈ പ്രൈവറ്റ് സ്പേസിൽ, നമ്മുടെ സീക്രട്ട് പ്ലേസിൽ, രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് നിങ്ങൾ നമ്മുടെ സമയം വേർപെട്ടിരിക്കുന്ന ഒരു അവസ്ഥ, ക്രിസ്തുവിനെ ആ ക്രിസ്തുവിനെ നേടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഇസ് ദ പേഴ്സൺ ക്രൈസ്റ്റ്, ഇറ്റ് ഇസ് നോട്ട് വാട്ട് ഹി ഈസ് ഗീവിങ്. ഒരു അനുഗ്രഹത്തിന്റെ പുറകെയല്ല. കർത്താവിൽ നിന്ന് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, അത് നമ്മുടെ പുറകെ വന്നോളും. അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി അല്ല ശരിക്കും കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അതിനുവേണ്ടി മാത്രം ആയിരിക്കില്ല നമ്മൾ ശരിക്കും ഈ ഒരു വിശ്വാസ മാർഗത്തിൽ വരേണ്ടതോ നിലനിൽക്കുന്നോ ഒന്നും. അതിനേക്കാളും എല്ലാം അപ്പുറം ഇതിന്റെ പിന്നിലുള്ള ഗിവർ, ആ ക്രിസ്തു എന്ന വ്യക്തിയെ നേടുവാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം ആ കർത്താവിന്റെ കരത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങളുടെ ഒരു ഏറ്റക്കുറച്ചിൽ വന്നാൽ വിൽ വി സ്റ്റിൽ പർസ്യൂ ഹിം? ആ ഒരു പർസ്യൂവൽ, ആ ഒരു കർത്താവിന്റെ ഒരു ഹൃദയത്തെ ഇങ്ങനെ തേടുന്ന ഒരവസ്ഥ, കർത്താവിന്റെ ഹൃദയത്തിന്റെ ആ വെമ്പലിനനുസരിച്ച് നീങ്ങാനുള്ള ആ ഒരു കാഴ്ചപ്പാട് ഈ ദിവസങ്ങളിൽ നമ്മളിൽ നിന്നും ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങളും കർത്താവിന്റെ മുഖം അന്വേഷിക്കാൻ മനസ്സിലാക്കും. അല്ലെങ്കിൽ അവര് വെറും കർത്താവിന്റെ കരം അന്വേഷിക്കുന്നവരായി മാത്രം നമ്മള് അവരെ ട്രെയിൻ ചെയ്യുന്നത് പോലും കർത്താവിന്റെ കരത്തിൽ നിന്ന് വരുന്ന കുറെ അനുഗ്രഹങ്ങൾക്ക്
അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടണം, നല്ല ജോലി പോകണം, കാനഡയിൽ പോകണം, മറ്റ് വെറും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ അവരെ പ്രാർത്ഥിപ്പിക്കുന്നതെങ്കിലും നമ്മളിൽ നിന്ന് ഉളവാകുന്ന പ്രാർത്ഥനയും അതിനുവേണ്ടി മാത്രമാണെങ്കിൽ എവിടെയാണ് ക്രിസ്തു എന്ന വ്യക്തി, ആ ഒരു പേഴ്സൺഹുഡിലേക്ക് നമ്മൾ എപ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു പെർസ്യൂവൽ എവിടെയാണ് ഉണ്ടാവുന്നത്? ഇത് കാണാത്ത ഒരു കുഞ്ഞിന് ഈ ഒരു കാര്യം ഉണ്ടായില്ലെങ്കിൽ എനിക്ക് കർത്താവും വേണ്ട, ദൈവവും ഇല്ല എന്ന് പറയാനാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവം ഇല്ല എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ യൗവനക്കാർ കൂടുവാണ്. അവർക്ക് ഈ വ്യക്തിപരമായിട്ട് ഈ ഒരു ബന്ധത്തിന്റെ ആവശ്യകത. നമുക്കറിയാം, ഈ എറണാകുളത്ത് തന്നെ നടന്ന ഒരു നിരീശ്വരവാദത്തിന്റെ ഒരു പാനൽ ഡിസ്കഷന് ഈ ബന്ധക്കോസ്റ്റൽ വിശ്വാസത്തിൽ നിന്നിരുന്ന ഒരു കുട്ടിയാണ് അതിന്റെ ഒരു പാനൽ ഡിസ്കഷന്റെ പാനലിസ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ ആ കുഞ്ഞിനോട് ചോദിച്ച ചോദ്യം തന്നെ നമുക്കറിയാം, എന്തുകൊണ്ടാണ് നീ ബന്ധക്കോസ്റ്റിൽ നിന്നിട്ട് ഇപ്പൊ ഇവിടെ? എന്റെ ചോദ്യങ്ങൾക്ക് യഥാർത്ഥമായിട്ട് ഒരു ആൻസർ കിട്ടിയില്ല. എന്തിനാണ് ശരിക്കും ക്രിസ്തുവിനെ വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ നീ ഒരു നല്ല വ്യക്തിയാവാൻ, നീ ഒരു നല്ലൊരു മോറലി ഗുഡ് ആവാൻ വേണ്ടിയാണ് നീ എന്നുള്ള ഉത്തരമാണ് കിട്ടിയത്. സി, മോറലി ഗുഡ് ആവുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മോറൽ ഗുഡ്നെസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഔട്ട്പുട്ട്, ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. നമ്മൾ ശരിക്കും കർത്താവിനെ നേടിയത് ഒരു ജീവൻ ലഭിക്കാൻ വേണ്ടിയാണ്, ആ ഒരു മരണത്തിൽ നിന്നുള്ള ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആ കുഞ്ഞിലേക്ക് പകരപ്പെടുത്തുവാൻ ആ കുഞ്ഞിന്റെ ചെറുപ്പകാലത്ത് സഭയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വലിയ പരാജയം എന്ന് ഞാൻ തന്നെ പറയാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ സഭയുടെ ഒരു പരാജയ നിമിത്തം ഇന്ന് സൊസൈറ്റിയിൽ നമ്മൾ കാണുന്ന വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയുടെ ഉത്തരവാദിത്വം നമ്മളുടേതാണെന്ന് ഏറ്റെടുക്കാൻ, അതിനുവേണ്ടി അനുദപിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സഭ. അങ്ങനെ നമ്മൾ ദാനിയേലിന്റെ സമയത്ത് അല്ലെങ്കിൽ നെഹമ്യാവിന്റെ സമയത്തൊക്കെ കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരും അങ്ങയോട് അകൃത്യം ചെയ്തു എന്ന് പറഞ്ഞ് അനുദപിച്ച് മടങ്ങി വന്ന് അടുത്ത സ്റ്റെപ്പ് ചെയ്തതുപോലെ ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് ആ ദാനിയേൽ പറഞ്ഞതുപോലെ ആ പ്രവാസകാലം തീരാറായെന്ന് മനസ്സിലായപ്പോൾ അവിടെ ഒരു അനുതാപത്തോടെ വന്ന് ആ ദാനിയേൽ ശരിക്കും പറഞ്ഞാൽ ഒരു കംഫർട്ട് സോണിലാന്ന് പറയാം. ആ ദാനിയേൽ ശരിക്കും അല്ലെങ്കിൽ നെഹമ്യാവൻ അവരുടെ ഒരു പേഴ്സണൽ സ്റ്റേറ്റസ് നോക്കിയാൽ അവരിത്രയും ഒരു ബാക്കിയുള്ളവർക്ക് വേണ്ടി സോറി പറയേണ്ട, റിപ്പൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ അവരത് ആ ഒരു കോമൺ ഒരു കോസ് ആയിട്ട് എടുത്തുകൊണ്ട് അതിനുവേണ്ടി ഇടതിൽ നിന്നുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് കേൾക്കുവാണ്. വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ് എന്നുള്ളത് കേൾക്കാൻ വേണ്ടി അവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കേട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ആ കമാൻഡറിന്റെ വോയിസിനനുസരിച്ച് മൂവ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ റീബിൽഡ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നീങ്ങുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടി ഈ ഒരു ചുരുങ്ങിയ സമയമേ ഉള്ള ഈ സമയത്ത് കർത്താവിന്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം എന്നുള്ള ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിന്റെ പോക്കനുസരിച്ച് ഭയപ്പെടാനുള്ളതല്ല, ആ ഒരു എതിർ ക്രിസ്തുവിന്റെ ചലനങ്ങൾ എന്താണെന്ന് കൂടുതലൊന്നും കണ്ട് നമ്മൾ പേടിക്കണ്ട. പക്ഷേ നമ്മൾ ക്രിസ്തുവിനെ അതിനകത്ത് അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇവിടെ ലോകത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാകാം. നമ്മളെ ചിലപ്പോൾ അത് അയ്യോ ഇങ്ങനെ പോയാൽ എങ്ങനെയാവും, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം, അതെല്ലാം നമ്മളെ പേടിപ്പിക്കുന്നതായിരിക്കും. പക്ഷെ അതിനകത്ത് കർത്താവ് പറയുന്നത് ആ എതിർ ക്രിസ്തുവിനെയോ അതിനെ അന്വേഷിക്കാനല്ല, എന്നെ അന്വേഷിപ്പിൻ. നമുക്ക് വചനത്തിൽ പറയുന്ന പോലെ ആ ഒരു തന്നിൽ ഏകാഗ്രതയോടെ തന്നെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് കർത്താവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന്. കാര്യം നമ്മൾ അറിയേണ്ടത് തന്റെ സഭയിൽ കൂടെ ഇന്ന് വരെ ലോകം കാണാത്ത ഒരു അന്ത്യകാല പ്രവർത്തനം നമ്മളിൽ നിന്ന് ഓരോരുത്തരും ദൈവം സഭ തന്റെ മണവാട്ടിയായ സഭയിൽ നിന്ന് ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി കർത്താവ് നോക്കുന്നത് തന്നിലേക്ക് ഏകാഗ്രത ചിത്തരാക്കിയിരിക്കുന്നത്. തന്നെ വേണ്ടിയവരുണ്ടോ? ആസ് യുനോ, തന്നെ മണവാളനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബ്രൈഡ് ഉണ്ടോ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. ബ്രൈഡ് എന്ന് പറയുന്നത് അൺഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ഡിവോഷൻ കൊടുക്കുന്ന, നമുക്കറിയാം പേര് പോലും ആ ഒരു മണവാളിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന വ്യക്തി ബ്രൈഡ് എന്ന് പറയും അല്ലെ. നമുക്കറിയാം ആ ഒരു ഫുള്ളി ഓൺ ദ ഗ്രൂം എന്ന് പറയുന്ന ആളാണ് ബ്രൈഡ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമാണ്. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടോ എന്നാണ് ഇന്ന് കർത്താവ് അന്വേഷിക്കുന്നത്. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ അവരിൽ കൂടെ ആ ഒരു ലാസ്റ്റ് ഒരു മൊമെന്റിൽ ആ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ചിലൂടെ ചെയ്യാനുള്ള പ്രവൃത്തി വേണ്ടി ഇന്ന് അന്വേഷിക്കുന്നത് ഫുള്ളി എന്നെ മാത്രം വേണ്ടിയവരുണ്ടോ എന്ന് ചിന്തിക്കുന്ന പോലെ. സോ ഇങ്ങനെ അന്വേഷിക്കുന്ന, ഇങ്ങനെ ഫുള്ളി ഡിവോട്ടഡ് ആയിട്ടിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് വെമ്പൽ കൊള്ളുവാണ് അവരിലൂടെ തന്റെ ആ ഒരു മഹത്വം കാണിക്കുന്നത്. ഈ മഹത്വകരമേറിയായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ദൈവത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്
തന്നെത്താൻ ത്യജിക്കാൻ തയ്യാറോട്ടുള്ളത്, തന്നെത്താൻ മരിക്കാൻ തയ്യാറോട്ടാണ്. നമ്മൾ ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മൾ മരിക്കേണ്ട പോലെ മരിച്ചിട്ടുണ്ട്. ലോകത്തോടും സെൽഫിനോടും നമ്മൾ സ്വയത്തോട് മരിച്ചിട്ടുണ്ടോ? അത് ഇപ്പോഴും നമ്മുടേതായിട്ടുള്ള സ്വയത്തിൻ്റെതായിട്ടുള്ള മേഖലകളിൽ തന്നെ അതിന്റെ ഒരു പ്രിഫറൻസിലാണോ നമ്മളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്? ആ ഒരു മരണം നമ്മളെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പല സംഭവങ്ങളും നമ്മളെ പ്രകോപിപ്പിക്കും, നമ്മളെ അട്രാക്ട് ചെയ്യും, നമ്മൾ അതിനകത്ത് കുടുങ്ങും. പക്ഷെ ഒരു പറച്ചിലുണ്ടല്ലോ, മരിച്ചവനെ നീ കൊല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ നമ്മൾ മരിച്ച ഇഫ് വി ആർ ഡെഡ്, പിന്നെ ഒന്നും കൊണ്ടും നമ്മളെ അതിനകത്തുനിന്ന് ഒരു റെസ്പോൺസ് നമ്മളിൽ നിന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെ നമ്മളൊന്ന് ഡെഡായ, ലോകത്തോടും സെൽഫിനോടും നമ്മൾ ഡെഡായ, നമുക്ക് എവിടെയൊക്കെ ഡെഡ് ആയിട്ടില്ലെന്നുള്ളത് നമ്മളുടെ പേഴ്സണൽ സ്പേസിൽ നിന്ന് റിവീൽ ചെയ്തപ്പോഴും നമ്മളുടെ ഏറ്റവും ലവിങ് ആയിട്ടുള്ള, ഏറ്റവും നമുക്ക് വൾണറബിൾ ആകുന്ന സ്പേസസ് നമുക്ക് റിവീൽ ചെയ്ത് തരും. നമ്മൾ ഇനി മരിക്കാനുള്ള സ്പേസസ് ശരിക്കും ആ സ്പേസസ് ആണ് റിവീൽ ചെയ്ത് തരുന്നത്. കാര്യം നമുക്കിപ്പോ കോപം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോഴും നമ്മൾ മരിച്ചിട്ടില്ലാത്ത ഏരിയാസ് നമുക്ക് ചിലപ്പോൾ റിവീൽ ചെയ്തത് നമ്മുടെ മക്കളായിരിക്കാം, നമ്മളുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടുകാരായിരിക്കാം. പക്ഷെ അത് ദൈവത്തിന്റെ ഒരു ഡിസിപ്ലിനിങ് ആയിട്ട് എടുക്കുക. ഇറ്റ് ഈസ് ഷോയിങ് നീ അവിടെ മരിക്കേണ്ട പോലെ മരിച്ചിട്ടുണ്ട്, ആ മരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചെടുക്കുക. അതെ, എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ റെസ്പോൺസ് ആണ് അവിടെ ഉണ്ടാവേണ്ടത്. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് ആണ് ആ സാഹചര്യത്തിൽ ഞാൻ ആയിരിക്കുന്ന ഓരോ മേഖലയിലും ഉണ്ടാവണ്ടേ. അതുണ്ടാകണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ മരിക്കേണ്ട പോലെ മരിക്കണം. അതാണ് തന്നെത്താൻ ത്യജിച്ച് എന്റെ ക്രൂശ് എടുക്കുക. തന്റെ ക്രൂശ് എടുക്കുക. ക്രൂശ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഇസ് എ ഇൻസ്ട്രുമെന്റ് ഓഫ് ഡെത്ത്, മരിക്കാൻ വേണ്ടിയുള്ള സംഭവം. അപ്പൊ ഡെയിലി ഇങ്ങനെ മരിച്ചുകൊണ്ട് അവിടെ എല്ലാം ക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കുന്ന, ക്രിസ്തുവിന്റെ ഭാവം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ആ ക്രിസ്തുവിന്റെ തലയോളം വളരാൻ വെമ്പൽ കൊള്ളുന്ന ഒരു വ്യക്തി, അങ്ങനത്തെ ഇൻഡിവിജ്വൽസ്, അങ്ങനത്തെ വെസൽസ്. കാരണം നമ്മൾ മരിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതൊരു എംപ്റ്റി വെസലായി മാറുവാണ്. സോ ദാറ്റ് ഹി ക്യാൻ ഫിൽ. ആ ഒരു എംപ്റ്റി ക്ലീൻ വെസലിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് നമ്മൾക്ക് നമ്മളെ കൊണ്ട് ചെയ്തെടുക്കാൻ കഴിയാത്തത്, നമ്മളുടെ ലെവലിൽ ചെയ്തെടുക്കാൻ കഴിയാത്തത്, ആത്മാവിന്റെ ആ ഒരു പരിവർത്തനത്താൽ, ആ ഒരു ഒഴുക്കിൽ വലിയൊരു കവിഞ്ഞൊഴുക്ക്, ഇനിയും നമുക്ക് ഇമ്പോസിബിൾ എന്ന് തോന്നുന്ന വ്യക്തികളുടെ സിറ്റുവേഷൻസിൽ പോലും ഭയങ്കര ഒരു കൊയ്ത്തിന്റെ ആ ഒരു കൊയ്ത്ത് അനുഭവിക്കത്തക്കമുള്ള രീതിയിൽ ദൈവം മൂവ് ചെയ്യാൻ വെമ്പൽക്കൊള്ളാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ. ഇന്നത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇപ്പോഴത്തെ ജനറേഷന് ഒരു ട്രൂത്ത് സീക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ട്. ഏതാണ് യഥാർത്ഥ സത്യം എന്ന് അന്വേഷിക്കാൻ ഒരു മനസ്സുണ്ട്. അവരിലേക്ക് നമ്മൾ ഈ വ്യക്തിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു ദൈവത്തെ, ഒരു പേഴ്സൺ ഹുഡിനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. വേറെ ഒന്നും അവരെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അവരുടെ നീഡ്സിനെയോ അവരുടേതായിട്ടുള്ള കാര്യം, അവർ ഓൾറെഡി ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്. അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന, അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഈ പേഴ്സൺ ഹുഡ്, ഈ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഇവർ വരുവാണെങ്കിൽ, കർത്താവിനെ കണ്ടുമുട്ടിയവർ, ഈ സ്നേഹത്തെ കണ്ടുമുട്ടിയവർ പിന്നെ ഇതിനെ വിട്ടു പോവും. കണ്ടുമുട്ടേണ്ടി പോലും മുട്ടിയാൽ പിന്നെ നമ്മൾ അവരെ പറ്റി പേടിക്കുക വേണ്ട. പക്ഷെ ഈ സ്നേഹത്തെ കണ്ടുമുട്ടാൻ മാത്രമുള്ള ഒരു ഉപാധിയായിട്ട് നമ്മളെ കിട്ടുന്നുണ്ടോ? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അവിടെയാണ് നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. നമ്മൾ എവിടെയൊക്കെയോ ഡിസ്ട്രാക്ട് ആയോ, നമ്മൾ എവിടെയൊക്കെയോ ഫോക്കസ് മാറിയോ? നമ്മുടെ ഫോക്കസേ കർത്താവേക്കൽ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോക്കസ് എങ്ങോട്ടായിരിക്കും? നമ്മുടെ ഫോക്കസ് ഈ ലോകത്തിലെ പല കാര്യത്തിലും, ഇവിടെ കുറെ എസ്റ്റേറ്റ് വാങ്ങിക്കണം, കുറെ സാധനങ്ങൾ മേടിക്കണം, ഇവിടെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഉയരത്തിലേക്കുള്ള ചിന്തകളായി മാറട്ടെ. ഇവിടെ പല പാട്ടുകളിൽ പറയുന്ന പോലെ, ടേക്ക് എവറിത്തിങ് ബട്ട് ഗിവ് മീ ജീസസ്. എനിക്ക് എല്ലാം നിങ്ങൾ എടുത്തോ, പക്ഷെ എനിക്ക് കർത്താവ്. ആ മറിയയിൽ കത്തുന്ന ആ ഒരു നല്ല അംശം അവളിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ, മറിയ ആ അംശമായി മാറിക്കഴിഞ്ഞു. ആ ക്രിസ്തുവിന്റെ ആ ഒരു അംശം അവളിലേക്ക് പകരപ്പെട്ട് കഴിഞ്ഞു. അത് നീ ഭൂമിയിലുള്ള ആരെന്ന് പോയിട്ട് പിശാചിന് പോലും എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അത് ഫുള്ളായിട്ട് കർത്താവിനെ കൊണ്ട് നിറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആയാൽ, നമ്മൾ പിന്നെ പല കാര്യത്തിൽ ഇത് കൊള്ളുന്ന പല കാര്യത്തിൽ, അല്ലെ മാർത്തെ പോലെ നമ്മൾ പല കാര്യത്തിൽ ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നമ്മൾ ബിസി ആയിട്ട്, അതും ഒരു വലിയൊരു ഡിസെപ്ഷനായിട്ട് നമ്മൾ കാണാം. ഈയിടെ ഒരാള് ഡിസി എന്നൊരു വാക്കിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞത് ബേസിക്കലി ബീങ് യോക്ക്ഡ് അണ്ടർ സേറ്റൻസ് യോക്ക് എന്നുള്ള ഒരു രീതി. ഡിസി
ബീങ് അണ്ടർ സൈറ്റൻസ് യോക്ക്. അപ്പൊ ബിസി ആകുന്നതെന്ന് പറയുന്നത് ശരിക്കും വലിയൊരു ഡിസ്ട്രാക്ഷൻ ആണ്. നമ്മൾ ചിലപ്പോൾ മിനിസ്ട്രിയിലായിരിക്കും നമ്മൾ ഭയങ്കര ബിസി ആകുന്നത്. ഞാൻ ദൈവത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, ദൈവം അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. നിങ്ങൾ എന്റെ പേരിൽ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ വന്ന് പറയുന്നവരോട് പറയുന്നത്, ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ശരിക്കും എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. അവിടെ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത്, ഐ നെവർ ന്യൂ യു. ഇങ്ങനെ ഒരു സെന്റൻസ് നമുക്ക് അവസാനം കേൾക്കേണ്ടി വന്നു. ജസ്റ്റ് ഇമാജിൻ, നാളെ ഭയങ്കര ഭൂതശാന്തി ശുശ്രൂഷ, ഹീലിംഗ് മിനിസ്ട്രി, എല്ലാം 5-fold മിനിസ്ട്രിയും ചെയ്തിട്ട് അവിടെ ചെല്ലും, കർത്താവേ ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു. ഐ നെവർ ന്യൂ യു എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പോലും നമുക്കില്ല. നെവർ ന്യൂ യു എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ പ്രവൃത്തി ആഗ്രഹിക്കുന്ന ഈ നോയിങ്ങിൽ നിന്നുണ്ടാവുന്ന ഡൂയിങ്ങേ ഉള്ളൂ, അല്ലാത്ത ഒരു ഡൂയിങ്ങും അല്ല. അല്ലാത്തത് ഒന്നും അതൊന്നും കർത്താവിന്റെ മുമ്പിൽ വില പോകുന്നില്ല. നോയിങ്, എന്നെ അറിഞ്ഞിട്ട് എന്റെ ശബ്ദം കേട്ടിട്ട് അതിനെ ഒബേ ചെയ്തുള്ള ഒരു ഡൂയിങ് ഉണ്ടെങ്കിൽ അത് തീയിൽ കൂടെ അപ്പുറത്ത് കിടക്കും. പക്ഷെ അതല്ല എങ്കിൽ, ഈ നോയിങ് ഇല്ലാതെ എത്രയൊക്കെ മല മറിച്ചാലും ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ക്രോസ് ദ ഫയർ. നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ നോയിങ്ങിന് വേണ്ടി കർത്താവിനെ പെർസ്യൂ ചെയ്യുന്ന മാതാക്കളായി മാറും. പെർസ്യൂ ചെയ്യുന്ന കർത്താവിന്റെ ഒരു ഹൃദയത്തെ, കർത്താവിന്റെ എന്റെ മുഖത്തെ അന്വേഷിപ്പീൻ എന്നൊരു കൽപ്പന വന്നപ്പോൾ ആ വ്യക്തി, ആ ദാവീദ് മുഖത്തെ അന്വേഷിക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലേക്കാണ് ചെന്ന് തന്നെ. എന്റെ ഹൃദയപ്രകാരം പ്രവർത്തിച്ച വ്യക്തി, എന്റെ ഹിതമൊക്കെ നിവർത്തിച്ചെന്ന് പറഞ്ഞ പോലെ നമ്മളുടെ കുഞ്ഞുങ്ങൾ കാണേണ്ടത് നമ്മൾ ആ ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിക്കുന്നതാണ്. ദൈവത്തിന്റെ കരത്തിൽ നിന്ന് വരുന്നത് കിട്ടിയാലും കിട്ടിയില്ലേലും ഇറ്റ് ഈസ് ഓൾ ഗുഡ്. ഇല്ലേലും രക്ഷിച്ചാലും രക്ഷിച്ചില്ലേലും എനിക്ക് ഈ കർത്താവിന്റെ മുഖം, എന്തൊക്കെ നിങ്ങൾ ഇവിടുന്ന് എടുത്താലും ഗിവ് മീ ജീസസ്. എന്തൊക്കെ ദ വേൾഡ് ഇസ് ബിഹൈൻഡ് മീ, എനിക്ക് ക്രൂശ് മതി എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ കയറിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും, ദിസ് ഇസ് സംതിങ് വെരി ജെനുവിൻ. ഇതിനകത്ത് എന്തോ ജീവനുള്ളതുണ്ട്, ഇതിനകത്ത് എന്തോ വർത്ത് ഫോളോയിങ് ഉണ്ട്. അങ്ങനെ ഒരു എക്സാമ്പിൾ, ഒരു മോഡൽ ആയാൽ ഇന്നത്തെ കൾച്ചർ എന്തുമാത്രം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കിയാലും, എന്തുമാത്രം ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കിയാലും, സംവെയർ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതിന്റെ ശൂന്യത. നമ്മൾ മനസ്സിലാക്കോ, അതിനകത്തൊരു ആ ഫ്ലോയിലേക്ക് വിടാതെ വേണം അവരെന്ത് വാച്ച് ചെയ്തു, അവരുടെ ലോകം എന്താണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഡിവൈസസ് ഒക്കെ ഡെവലപ്പ് ചെയ്തവർ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള ബിൽ ഗേറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എലൺ മസ്ക് ആയിക്കോട്ടെ, ഇവരുടെ കുഞ്ഞുങ്ങൾക്കാരും അവരുടെ മക്കൾക്ക് ഒരു 18 വയസ്സ് കഴിയാതെ ഒരു ഡിവൈസും കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? അവർക്കറിയാം അവരുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കത്തക്കോണമുള്ള സാധനമാണ് അവർ ഇതിനകത്ത് കയറ്റിക്കുന്നത്. സോ അതിനു വേണ്ടിയാണ് ഫണ്ട് ചെയ്യുന്നത്. സോ നമ്മൾ വളരെ ബുദ്ധിയുള്ളവരായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് ലോകത്താണ്, എന്താണ് അവർ വാച്ച് ചെയ്യുന്നത്, എത്ര സമയമാണ് അവർ വാച്ച് ചെയ്യുന്നത്, അവർ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് അവർക്ക് ശരിക്കും ഒന്ന് അടങ്ങിയിരിക്കാൻ കഴിയുന്നുണ്ടോ, അവർക്കൊന്ന് ഫോക്കസ് ചെയ്യാനുള്ള കഴിവില്ല, അറ്റൻഷൻ സ്പാൻ ഇല്ലാതാവുന്നുണ്ടോ. ഇതൊക്കെ പറ്റുമ്പോൾ നമ്മളും അവരും ഒരേപോലെ കർത്താവിങ്കിൽ നിന്ന് കേൾക്കാൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കാനുള്ള ആ ഒരു ബേസിക് സ്കില്ല് ഉണ്ടാവുകയാണ്. നമുക്ക് കർത്താവിനെ അറിയുവാനുള്ള ഈ ഒരു കർത്താവിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു ബേസിക് സ്കില്ല് ഇല്ലാത്തപ്പോൾ നമ്മൾ പെട്ടെന്ന് ഷോർട്ട് കട്ടിലേക്ക് പോയിരിക്കും. നമ്മൾ ചിലപ്പോൾ ChatGPT ഉപയോഗിച്ച് സർമൻ കണ്ടെത്തും. അതൊന്ന് കർത്താവിന്റെ വചനം പറയുന്ന പോലെ എന്റെ സിംഹാസനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു കൗൺസിലിൽ നിന്ന് പ്രാപിച്ചെടുത്ത് കൊടുക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് പ്രാപിച്ച് കൊടുക്കുന്നവരാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഡിസെപ്ഷനിൽ നമ്മളുടെ ലീഡേഴ്സും പെടുകയാണ്. കാര്യം ഈ ChatGPT നിന്ന് പെട്ടെന്ന് പ്രസംഗം കിട്ടുമല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ആൻസേഴ്സ് കിട്ടിയേക്കാം. പക്ഷെ ഇന്നത്തെ സ്റ്റഡീസ് കാണിക്കുന്നത് IQ ലെവൽ പോലും കുറയ്ക്കുന്നതാണ് ഇതിലുള്ള കണ്ടമാനം ഡിപ്പെൻഡൻസി. കാര്യം അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുകളും അവരുടെ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽസിന് വളരാനുള്ള സാധ്യതകൾ ഇതില്ലാതാക്കുക. സോ നമ്മൾ ഈ ഡിസെപ്ഷനിൽ കുടുങ്ങാതെ, ഈ സൈക്കോളജിക്കൽ ഡിസ്ട്രാക്ഷനിൽ ലോകത്തിൻ്റെതായിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മൾ അനുരൂപരാവാതെ, എവിടെ അത് നിർത്തണോ അതിനെ അവിടെ നിർത്തി നമ്മൾ ദൈവ വചനപ്രകാരം നമ്മുടെ മനസ്സിനെ പുതുക്കിക്കൊണ്ട്, ആ മനസ്സ് പുതുക്കുന്ന ഒരു അവസ്ഥ നമ്മളിൽ നിന്നുളവാകുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളോടും പ്രതികരിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കും. നമ്മൾ പാനിക് ആവാൻ സാധ്യതയുള്ള പലതും ഉണ്ടായാലും ആ സ്ഥിര മനസ്സ് ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കാൻ പൂർണ്ണ സമാധാനത്തിൽ ആയിരിക്കും എന്ന് പറഞ്ഞ പോലെ. അവിടെ നമുക്കറിയാം, ഒരു ഇന്റർനാഷണൽ ഒരു ക്രൈസിസ് ഉണ്ടാവുന്ന
ഇന്റർനാഷണൽ ഒരു ക്രൈസിസ് ഉണ്ടാവുന്ന ഒരു സമയമാണ്. പക്ഷെ അപ്പോഴും അവിടെ ആശ്രയിക്കുന്നവർക്ക് ഒരു പൂർണ്ണ സമാധാനമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതുപോലെ നമ്മൾക്ക് എന്ത് വലിയൊരു ക്രൈസിസ് ഇവിടെ ഉണ്ടായാലും നമുക്ക് ആ പൂർണ്ണ സമാധാനത്തിൽ നമ്മൾ കാക്കപ്പെടണമെങ്കിൽ നമ്മളുടെ ഫോക്കസ് ഫുൾ ഓൺ ക്രൈസ്റ്റ്, നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ റിലയൻസ് ഫുള്ളി ഓൺ ക്രൈസ്റ്റ് ആണെങ്കിൽ ഇനിയും ഇവിടെ എന്തൊക്കെ മുമ്പോട്ട് നമ്മളെ ഭയപ്പെടുത്തുന്ന വന്നാലും വിൽ ബി ഫുള്ളി അറ്റ് പീസ്. ഒരു സെറീനായിട്ട് നമ്മൾ ഒന്നിനാലും മൂവ്ഡ് അല്ലാതെ, ഒന്നിനാലും കുലുങ്ങാത്തവരായിട്ട് നിൽക്കുവാൻ കഴിയുന്ന ഒരവസ്ഥ. ഇത്തരത്തിൽ നമ്മൾ ബുദ്ധിയുള്ളവരായിട്ട് നമ്മെ തന്നെ ഒരുക്കുവാൻ ഈ ദൈവവചന പ്രകാരം നമുക്ക് ഒരുങ്ങുവാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവ് ഒന്നും നമ്മൾ ചെയ്തതിന്റെ ഒരു ലിസ്റ്റ് ഒന്നും കൊണ്ടുപോകാനില്ലെങ്കിലും ഞാൻ നിന്നെ അറിയുന്നു, നീ പിടിച്ചു നിന്നത് ഞാൻ അറിയുന്നു, അല്പമേ നിനക്ക് ശക്തി ഉള്ളായിരുന്നെങ്കിലും ഞാൻ നിന്നെ അറിഞ്ഞു, ഐ ന്യൂ യു. നീ പിടിച്ചു നിന്നത് ബേസിക് നമ്മുടെ ഒരു പ്രൈവറ്റ് ലൈഫിലായിരിക്കും. ഇപ്പൊ ആരും നമ്മളെ അക്നോളജ് ചെയ്യുന്നില്ലായിരിക്കും, ആരും നമ്മളെ അറിയുന്നില്ലായിരിക്കും, പക്ഷെ അവിടെ നമ്മൾ പിടിച്ചു നിന്നത് കർത്താവ് അറിയുന്നുണ്ട്. ആ ഒരു അറിവാണ് എല്ലാത്തിനേക്കാളും അപ്പുറം വാല്യുബിൾ ആയിട്ടുള്ളത്. അതാണ് എല്ലാത്തിനേക്കാളും അപ്പുറം പ്രഷ്യസ് ആയിട്ടുള്ളത്. ആ പ്രഷ്യസ് ആയിട്ടുള്ള കാര്യത്തിന് പുറകെ നമുക്ക് പോകാം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ, അതാണ് ഇത് ദുഷ്കാലമാകിയാൽ സമയത്തെ തക്കത്തിൽ പ്രയോജനപ്പെടുത്തുക. നമുക്കറിയാം ഈ സമയം ഇനി അധിക സമയമില്ല, ഉള്ള സമയം ദുഷ്കാലമാണ്. നമ്മൾക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ടൈം എടുക്കാം എന്ന് പറയാൻ ഇല്ല. ഇത് ദുഷ്കാലത്തെ നമ്മൾ വൺസ് ലോസ്റ്റ് ഇറ്റ് ഇസ് ലോസ്റ്റ്. നമുക്ക് ഇനി പുറോട്ട് ആ ടൈം ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ യൂസ് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് പ്രയോജനം ഉണ്ടാകുമെന്ന് പറയാൻ നമുക്കില്ല. ഇന്നലകൾ ഇനി നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ സമയം നമ്മൾക്ക് ആ മണവാളനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി, ഒരു ബ്രൈഡ് ആവാൻ വേണ്ടി ബുദ്ധിയുള്ള കന്യകന്മാര് ചെയ്തതുപോലെ കർത്താവിന്റെ നമുക്കറിയാം ആ അന്നത്തെ കാലത്ത് എണ്ണ എന്ന് പറയുമ്പോൾ ഒലിവ് ഓയിൽ എന്ന് പറയുന്ന പോലെ ഈ ഒലിവ് ഓയിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ ഫോം ചെയ്യാൻ അത്രയ്ക്കും എഫേർട്ട് ഉണ്ട്. നല്ല ഒലിവ് മരമായിട്ടുള്ള ക്രിസ്തുവിനോട് നമ്മളെ ചേർത്തെങ്കിൽ നമ്മുടെ സോഴ്സും കർത്താവാണ്, നമ്മുടെ ഓയിലും കർത്താവാണ്. ഇറ്റ് ഇസ് ഫുൾ ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ ഡെസ്റ്റിനേഷനും കർത്താവാണ്. സോ ആ ഓയിൽ കളക്ട് ചെയ്യാൻ, കർത്താവിനെ നേടുവാൻ. അപ്പോൾ നമുക്കും പൗലോസിനെ പോലെ പറയാൻ പറ്റും, ക്രിസ്തുവേഷനെ കുറിച്ചുള്ള പരിജ്ഞാനം നിമിത്തം ഞാൻ സകലതും ചപ്പും ചവറുമായിട്ട്, സകലതും ഇറ്റ് ഇസ് സോ റബിഷ് ആയിട്ട് എണ്ണുവാൻ. ഈ ലോകത്തിലുള്ള സകലതും നമുക്ക് അത് നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നമ്മളിൽ നിന്ന് എടുത്തോണ്ട് പോയാലും എനിക്ക് അങ്ങനെ നമ്മൾക്ക് അതിനെ റബ്ബിഷായിട്ട് കാണുവാനും ഇറ്റേണൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി നമുക്ക് ഓടുവാനും പെർസ്യൂ ചെയ്യാനും ദൈവം അത്തരത്തിലുള്ള ആ ഒരു പരിജ്ഞാനത്താലും ദൈവകൃപയാലും അമ്മമാരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള നമ്മളെ ഓരോരുത്തരെ ദൈവം സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നല്ല പിതാവേ, ഈ സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് അല്പസമയം ഞങ്ങളുടെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് നീ ഇടയാക്കിയതിനായ സ്തോത്രം. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കുമ്പോൾ കർത്താവെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച ദൈവവചനത്തിന് മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുവാടപ്പ കർത്താവെ. കർത്താവെ എന്തിനേക്കാളും കർത്താവെ അങ്ങേ അറിയുവാൻ വേണ്ടി, അങ്ങയുടെ മനസ്സറിയുവാൻ, അങ്ങയുടെ ഹൃദയം അറിയുവാൻ കർത്താവെ, അങ്ങയുടെ ഹൃദയത്തിനനുസരിച്ച് ഞങ്ങളുടെ മനസ്സിനെ പുതുക്കുവാൻ, അങ്ങയുടെ ഹൃദയത്തിനനുസരിച്ച് ഞങ്ങളുടെ പ്രതികരണങ്ങളെ ആക്കുവാൻ, അങ്ങയുടെ ഹൃദയത്തിനോട് കർത്താവ് ഞങ്ങൾ ഒന്നാകുവാൻ, ഏകീഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ. ആ ഒരു യൂണിയനിൽ എപ്പോഴും ആയിരിക്കാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അതിന് തടസ്സമായിട്ട് ഞങ്ങളിലുള്ള ആ ഒരു കർത്താവെ ജഡത്തിൻ്റെതായിട്ടുള്ള രീതികൾ അതിനെ ക്രൂസിഫൈ ചെയ്യുവാൻ, ഞങ്ങളുടെ ലോകത്തോടും ഞങ്ങളുടെ സ്വയത്തോടും മരിപ്പിക്കുവാൻ കർത്താവെ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പരിശുദ്ധാത്മാവെ അതിന് സഹായിക്കണമേ. അതിനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ അങ്ങയുടെ വരവിന് വേണ്ടി കർത്താവെ ആ മണവാട്ടി തന്നെത്താൻ ഒരുക്കിയതുപോലെ കർത്താവെ ഞങ്ങൾക്ക് തന്നെത്താൻ കർത്താവെ ആ ഒരു എല്ലാവിധമായിട്ടുള്ള കറയും ചുളുക്കത്തിൽ നിന്നും ഓരോ ദിവസവും കർത്താവെ ക്ലീൻ ആയിക്കൊണ്ടിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അതിനുവേണ്ടി അങ്ങയുടെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു, നിന്റെ കൃപ ചോദിക്കുന്നു. അപ്പൊ എല്ലാ മഹത്വം അപ്പച്ചന് മാത്രം സമർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ സ്തോത്രം ഈശ്വരൻ നാമത്തിൽ തന്നെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ ഒരു ടീമിനോട്